ആദ്യ മാതാപിതാക്കൾ ആദ്യ മാതാപിതാക്കളായ ആദവും ഹവ്വയും പാവം ചെയ്ത അവരുടെ കുടുംബം, അത് ചെറിയൊരു കുടുംബമാണല്ലോ. ആ കുടുംബം പാവത്തിന്റെ അടിമത്തത്തിൽ അകപ്പെട്ടപ്പോൾ അതുവഴി കായേനും ആബേലും ആ പാവാവസ്ഥയിലേക്ക് വരുന്നു. കായൻ ആബേലിനെ കൊല്ലുന്നു. അങ്ങനെ തുടർന്ന് പിന്നീട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് കടന്നു പോകുമ്പോൾ ധാരാളം പാപകരമായ മേഖലകളിലൂടെ, കൊലപാതകത്തിലൂടെ, ധാരാളം പ്രതിസന്ധികളിലൂടെ, തെറ്റുകളിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹത്തെ നാം കാണുന്നുണ്ട്. ഇസ്രായേൽ ജനതയുടെ ചരിത്രം മുഴുവൻ നമ്മൾ വായിച്ച് കടന്നു പോകുമ്പോൾ, പഴയ നിയമ പുസ്തകം മുഴുവൻ വായിച്ച് നാം കടന്നു പോകുമ്പോൾ അങ്ങനെ പാപത്തിന്റെ അടിമത്തത്തിൽ അകപ്പെട്ടു പോയ കുടുംബത്തെ, ആ കുടുംബത്തിൽ നിന്ന് ജനിച്ച് വളർന്നു വന്ന മനുഷ്യരെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. മോശ തുടർന്ന് വരുമ്പോൾ പ്രവാചകന്മാരും ന്യായാധിപന്മാരും ഒക്കെ നമ്മൾ കാണുന്നത് ആ പാപത്തിന്റെ അടിമത്തത്തിൽ ജീവിക്കുന്ന, പാപകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന കുലത്തെയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, കാലസമ്പൂർണത വന്നപ്പോൾ. എന്താണ് കാലസമ്പൂർണത? അത് ദൈവം തൻ്റെ രക്ഷകനെ വാഗ്ദാനം ചെയ്തു. ആ രക്ഷകൻ പിറക്കാനായിട്ട് ആരെങ്കിലും സമ്മതിക്കണം. അങ്ങനെ പരിശുദ്ധ മറിയം പൂർണ്ണമായി സമ്മതം കൊടുത്ത് നമ്മുടെ ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. സ്ത്രീയിൽ നിന്ന് അവൻ ജാതനായി. അതുകൊണ്ടാണ് അവൻ ജനിക്കുമ്പോൾ തന്നെ പറയുന്നത് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്. അവനെ യേശു എന്ന് പേരിടണം. അപ്പം പറുദീസായിൽ വെച്ച് ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകൻ, ആ രക്ഷകൻ നമ്മുടെ വ്യക്തിജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ കേന്ദ്രമാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ആ ക്രിസ്തുവിൻ്റെ അനുഭവത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുക. ഇന്ന് നാം ചുറ്റുപാടുകൾ നോക്കുമ്പോൾ കുടുംബം വളരെ സങ്കീർണമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. കുടുംബത്തിൽ പല വിധത്തിലും നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള തെറ്റിൻ്റെ വഴികളും അതിക്രമങ്ങളും അക്രമങ്ങളും അനീതികളും ഒക്കെയായി നമ്മൾ കടന്നു പോകുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെയും കുടുംബം ദൈവഹിതത്തിന് വിരുദ്ധമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ആ നമ്മുടെ കുടുംബത്തെ യേശുക്രിസ്തുവിൻ്റെ രക്ഷ കേന്ദ്രം നമ്മുടെ കുടുംബത്തിലാകുന്നില്ലെങ്കിൽ, ആ കുടുംബത്തിൽ ഇപ്പം ചെറിയ ചേട്ടൻ നമ്മോട് പറഞ്ഞു, യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ ദൈവകാരുണ്യനാഥനായ ഈശോ, ഉദ്ധിതനായ ഈശോയാണ് ദൈവകാരുണ്യനാഥനായ ഈശോ. തിബേരിയസ് കടൽ തീരത്ത് ഉയർത്തെഴുന്നേറ്റ് അപ്പസ്തലന്മാർക്ക് വേണ്ടി അപ്പവും മീനും ചുട്ട് കാത്തിരുന്ന, അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച അതേ കർത്താവാണ്, ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് ദൈവകാരുണ്യനാഥനായ ഈശോ. ആ ഈശോയുടെയുമായിട്ടുള്ള ബന്ധം അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനുമാണ് എന്ന്. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഈ ജീവന്റെ സമൃദ്ധി ഈ പാവാവസ്ഥയിൽ നിന്ന്, പാപകരമായ സാഹചര്യത്തിൽ നിന്ന്, നമ്മുടെ ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന പാപകരമായ ജീവിതത്തിന്റെ ചിന്തകളിൽ നിന്ന്, ജീവിതത്തിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മെ വിമോചിപ്പിക്കാൻ ഒരാൾക്കേ കഴിയൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് 2000 വർഷം മുമ്പ് അവിടുന്ന് അത് പൂർത്തിയാക്കി. അത് വളരെ മനോഹരമായ നീതി നമ്മോട് പറഞ്ഞു. ഒരു കഥ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാം. രണ്ടുപേര് തമ്മിൽ വഴക്കുണ്ടാക്കി ശത്രുതയിലായി. നിങ്ങളെല്ലാവരും വീഡിയോ ഓഫ് ആയതുകൊണ്ട് എനിക്ക് മുഖമൊന്നും കാണാൻ പറ്റുന്നില്ല. ആരെങ്കിലുമൊക്കെ വീഡിയോ ഓണാക്കുവാണെങ്കിൽ വളരെ സന്തോഷം, നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കാമല്ലോ എന്ന് വിചാരിക്കാം. അപ്പം രണ്ടുപേര് തമ്മിൽ, ഒരു ഹിന്ദിക്കാരനും ഒരു മലയാളിയാണെന്ന് വിചാരിക്കുക, രണ്ടുപേരും തമ്മിൽ വളരെയേറെ വഴക്കുണ്ടാക്കി, പ്രശ്ന സങ്കീർണമായി, രണ്ടുപേരും തമ്മിൽ വേർപിരിയലിൻ്റെ അവസ്ഥയിലെത്തി. ആ രണ്ടുപേരെ ആരാണ് കൂട്ടിയോജിപ്പിക്കാൻ കഴിയുക? അവിടെ കൂട്ടിയോജിപ്പിക്കണമെങ്കിൽ മൂന്നാമതൊരാൾ വരണം. പറുദീസായിൽ സാത്താന്റെ വാക്ക് കേട്ട ആദ്യ മാതാപിതാക്കൾ അവനെ അനുസരിച്ച് അവന്റെ അടിമത്തത്തിലായത് വഴി സാത്താനെ നല്ലപോലെ അറിയുന്ന, മനുഷ്യനെ നല്ലപോലെ അറിയുന്ന ഒരാൾ വരേണ്ടിയിരുന്നു. അതാണ് ഈശോ മിശിഹായുടെ ജനനം. അവൻ ദൈവമായിരുന്നിട്ടും ആ സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ ഒരു കുടുംബത്തിൽ വന്ന് പിറന്നു. അതാണ് നമ്മുടെ ക്രിസ്മസിന്റെ ഓർമ്മ. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മുടെ കുടുംബത്തിൽ ജനിക്കണം. ആ കുടുംബത്തിൽ ജനിച്ച ഈശോ, ആ യൗസേപ്പിതാവും മാതാവും പുൽത്തൊട്ടിലില് ആ കുടുംബത്തിൽ ജനിച്ച ഈശോയെ ചേർത്ത് പിടിച്ച് ജീവിച്ച ആ തിരുക്കുടുംബമാണ് സാത്താന്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് മാത്രമല്ല, മറിച്ച് സമ്പൂർണമായ രക്ഷ പ്രദാനം ചെയ്യുന്നത്. അവ രണ്ടുപേരുടെയും ഭാഷ അറിയുന്ന, രണ്ടുപേരുടെയും സംസ്കാരം അറിയുന്ന, രണ്ടുപേരുടെയും ജീവിതങ്ങളെ നല്ലതുപോലെ മനസ്സിലാക്കുന്ന മൂന്നാമതൊരാൾ വരേണ്ടതുപോലെ തന്നെ ദൈവം മനുഷ്യനായി ഈ ലോകത്തിൽ പിറന്നുകൊണ്ട് ദൈവത്തോടും മറ്റു മനുഷ്യരോടും പ്രപഞ്ചത്തോടും എല്ലാറ്റിനോടുമുള്ള ബന്ധം പുനഃസ്ഥാപിക്കുകയാണ്. അതാണ് അനുരഞ്ജനം സാധ്യമാക്കിയെന്ന് പറഞ്ഞത്.
ഈശോ മിശിഹായുടെ ജനന മരണ ഉദ്ധാന സ്വർഗാരോഹണത്തിലൂടെ അനുരഞ്ജനം സമ്പൂർണമായും പൂർത്തിയാക്കി. ദൈവത്തോടും മറ്റു മനുഷ്യരോടും എന്നോട് തന്നെയും പ്രപഞ്ചത്തോടുമുള്ള എല്ലാ ശത്രുതയും അവിടുന്ന് അവസാനിപ്പിച്ചു. അത് നമ്മൾ 1 യോഹന്നാൻ 2:2 നമ്മൾ വായിച്ചിട്ടുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമുക്ക് ദോഷകരമായ ലിഖിത നിയമത്തെ യേശുക്രിസ്തു മോചിപ്പിച്ചു. അപ്പോൾ ഒന്നാമതായി അവൻ്റെ ജനനം എന്ന് പറയുന്നത്, അവൻ ഈ ലോകത്തിൽ വന്നത് തന്നെ നമ്മെ അനുരഞ്ജിപ്പിക്കാനാണ്. ക്രിസ്മസ് അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പുൽക്കൂട് അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ അനുരഞ്ജനം സാധ്യമാക്കിയെന്നുള്ളത്. 2, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ നീതി. അതനുസരിച്ച് ആദ്യ മാതാപിതാക്കൾ തെറ്റ് ചെയ്തു. ആ കുടുംബം ശിക്ഷയ്ക്ക് അർഹനാണെന്നിരിക്കെ ദൈവം അതിനെ വേറൊരു നിയമത്താൽ സ്വതന്ത്രമാക്കുകയാണ്. ഒരു ചെറിയ കള്ളക്കഥ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങളുടെ മുഖമൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ ഞാൻ കഥയൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ വികാരങ്ങളൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ മുഖമൊക്കെ ഒന്ന് പറയട്ടെ എന്ന്. ഈ കഥയിൽ നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. ഈ കഥാപാത്രത്തിൽ നമ്മളെല്ലാവരും പങ്കുചേർന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഷൂവിൻ്റെ ഓൺലൈൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത് 10 ആഴ്ച മുടക്കം കൂടാതെ പങ്കെടുത്ത് എല്ലാം ശരിയാക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഗിഫ്റ്റ്, നിങ്ങളുടെ സ്വപ്നത്തിൽ കാണാത്ത നല്ലൊരു ഗിഫ്റ്റും 10,000 രൂപയും തരാമെന്ന് പറഞ്ഞു. കള്ളക്കഥയാണേ. 10,000 രൂപയും നല്ലൊരു, ഒരിക്കലും നിങ്ങൾ വിചാരിക്കാത്ത നല്ലൊരു ഗിഫ്റ്റും തരാം എന്ന് ഓഫർ ചെയ്തു. അങ്ങനെ നിങ്ങൾ കോഴ്സിലെല്ലാം ഇങ്ങനെ പങ്കെടുത്തു. അപ്പോൾ ഷിജുവാണ് ഈ ഒരു ഓഫർ വെച്ചത്. ഒളിഹോമിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ ഷിജു ഈ ഓഫർ വെച്ചു. അത് കഴിഞ്ഞ് ലാസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോൾ ഷിജുവിൻ്റെ വീട്ടിൽ നമ്മളെല്ലാവരും കൂടെ ചെന്നു. നമ്മൾ പങ്കെടുത്ത എല്ലാ കാര്യവും പറഞ്ഞു. അപ്പോൾ ഷിജു പറഞ്ഞു, അത് കോഴ്സിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ സമ്മാനം തരാനൊന്നും ആയിരുന്നില്ല, കോഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. അപ്പോൾ ഭയങ്കര ദേഷ്യമായി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? നമ്മൾ വണ്ടിക്കൂലി മുടക്കി വന്നതല്ല കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന്. അങ്ങനെ 1 പറഞ്ഞു, 2 പറഞ്ഞു, വാക്കായി. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ജെനി പെട്ടെന്ന് ദേഷ്യം വരുന്ന, പണ്ടൊരു ഗുണ്ടയായിരുന്നു, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുമാണ്. അപ്പോൾ അവർ ദേഷ്യം വന്നു. അവൻ പറഞ്ഞു, ഷിജുചേട്ടാ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കണം. അങ്ങനെ അവിടെ ഇരുന്നൊരു കത്തി എടുത്ത് ഷിജുവിനിട്ട് ഒറ്റ കുത്തു വെച്ച് കൊടുത്തു ജെനി. അതിട്ട് അവിടെ കുറേ കാശും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാവർക്കും എടുത്തു കൊടുത്തു. അതിട്ട് എല്ലാവരോടും പൊക്കോളാനായിട്ട് പറഞ്ഞു. നമ്മളെല്ലാവരും എന്ത് ചെയ്തു? നമ്മളെല്ലാവരും പോയി. എന്നിട്ട് പതുക്കെ കൊല്ലാൻ ഉപയോഗിച്ച കത്തി ജോൺസന്റെ വീട്ടിൽ, ജെനി അവരടുത്താണ്, ജോൺസന്റെ വീട്ടിൽ പോയി വർത്തമാനമൊക്കെ പറഞ്ഞ് ജോൺസന്റെ ബെഡിൻ്റെ അടിയിൽ കത്തി കൊണ്ടുപോയി വെച്ചിട്ട് ജെനി പോയി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൊണ്ടി മുതലോടെ ആരെ പിടിച്ചു? ആരെങ്കിലും ഒന്ന് പറഞ്ഞോ? ജെനിയെ പിടിച്ചു. ജെനിയല്ല, ജോൺസനെ. ആരെ പിടിച്ച? തൊണ്ടി മുതൽ ജോൺസന്റെ അടുത്താ. ജോൺസനെ പിടിച്ചു. ജോൺസന് ഒന്നും മനസ്സിലായില്ല. അപ്പൊ ജോൺസന് മനസ്സിലായി ജെനിയാണ് എന്തോ ചെയ്തത്. ജോൺസൺ ഒന്നും പറഞ്ഞില്ല. അപ്പം ബാക്കി നമ്മളെല്ലാവരും കേരളത്തിന് വെളിയിൽ ഒരു മിഷൻ സ്ഥലത്തേക്ക് പോയി. മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പോയി. അങ്ങനെ വെറുതെ വിടുമെന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ അവിടെ ചെന്ന് 1 മാസത്തേക്കാണ് നമ്മൾ പോയത്. മിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പോയി, നമ്മളെല്ലാം അവിടെയാണ്. അപ്പോൾ ജോൺസനെ പിടിച്ച വാർത്തകളൊക്കെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പം നമ്മുടെ കൂടെയുള്ള ഫ്രാൻസിസ് ചേട്ടൻ പറഞ്ഞു, എന്നാലും അത് ചെയ്യേണ്ടായിരുന്നു. അപ്പം ചെറിയാൻ ചേട്ടൻ പറഞ്ഞു, ജീവിതത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു വന്ന ചെറിയാൻ ചേട്ടൻ പറഞ്ഞു, ഞാൻ ഈ തെറ്റിന് കൂട്ടു നിൽക്കില്ല, ഞാൻ പോയി പറയാൻ പോവുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പറഞ്ഞു, ചെറിയാൻ ചേട്ടനെ വിടരുത്, വിട്ടാൽ അപകടമാണ്, കാരണം എല്ലാവരും പിടിക്കപ്പെടും. അപ്പം ജോണിച്ചേട്ടൻ, നമ്മുടെ കൂടെ ഉള്ള ജോണിച്ചേട്ടൻ പറഞ്ഞു, ഞാൻ കാവൽ നിന്നോളാം, ഈ പുള്ളിയെ എങ്ങും ഞാൻ വിടിയല്ല. അങ്ങനെ നമ്മൾ 5-6 പേരൊക്കെ കൂടി നല്ല സെക്യൂരിറ്റി കാവലൊക്കെ ഏർപ്പെടുത്തി. അപ്പം കോടതിയിൽ കേസും ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ചെറിയാൻ ചേട്ടൻ ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ നിന്ന നിപ്പിൽ മുങ്ങി. ചെറിയാൻ ചേട്ടൻ മരണത്തിൽ നിന്ന് തിരിച്ചു വന്നതുകൊണ്ട് മുങ്ങാൻ വളരെ വിദഗ്ധനാണ്. നിന്ന നിപ്പിൽ ചെറിയാൻ ചേട്ടൻ മുങ്ങി. കേരളത്തിൽ വന്നപ്പോൾ അന്നത്തെ വാർത്ത ഇപ്രകാരമാണ്: ഷിജുവിനെ കുത്തി കൊലപ്പെടുത്തിയ ആത്മാർത്ഥ സുഹൃത്തായ ജോൺസനെ തൂക്കിക്കൊന്നിരിക്കുന്നു. അതാണ് അന്നത്തെ ഹെഡ്ലൈൻ. ഉടനെ ചെറിയാൻ ചേട്ടൻ ജഡ്ജിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, സാറേ, ഷിജു അല്ല, ജോൺസൺ അല്ല, ഞങ്ങൾ ഇത്രയും പേര് കൂടിയാണ് അവരെ കൊന്നത്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജഡ്ജി എന്ത് ചെയ്യും? ജഡ്ജി എന്ത് ചെയ്യും? അതാണല്ലോ ചോദ്യം. ജഡ്ജി ചെറിയാൻ ചേട്ടനെ കേസിലകപ്പെടുത്തുവോ, തൂക്കിക്കൊല്ലാൻ വിധിക്കുവോ, നമ്മളെല്ലാവരും പിടിക്കപ്പെടുവോ? എന്ത് ചെയ്യും ജഡ്ജി? ആരെങ്കിലും പറഞ്ഞു? ജഡ്ജി ഓൾറെഡി ഒരാളെ വിധിച്ചു കഴിഞ്ഞല്ലോ.
ഓൾറെഡി ഒരാളെ വിധിച്ചെന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റ് ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കപ്പെട്ടത് വഴി തെറ്റ് ചെയ്ത ആരൊക്കെ സ്വതന്ത്രരായി? കൂടെ ഉണ്ടായിരുന്ന നമ്മൾ ബാക്കിയുള്ളവര് എല്ലാവരും രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്ത ജോൺസൺ ശിക്ഷിക്കപ്പെട്ടത് വഴി തെറ്റ് ചെയ്ത നമ്മൾ മുഴുവൻ രക്ഷപ്പെട്ടു. ഈശോയുടെ ജീവിതം ഇതാണ്. ഒരു തെറ്റും ചെയ്യാത്തവൻ, ഒരു പാപവും ചെയ്യാത്തവന്റെ ശിക്ഷയിലൂടെ സർവ മനുഷ്യവംശവും ആദ്യ മാതാപിതാക്കൾ മുതൽ ഇനി അവസാനമായി ചെയ്യുന്ന ആളുടെ ഇതിന് വരെ പരിപൂർണമായി പരിഹാരം ചെയ്തത് വഴി സർവ മനുഷ്യരും രക്ഷപ്പെട്ടു. എല്ലാവരും രക്ഷപ്പെട്ടു, സ്വതന്ത്രനാണ്. ചെറിയാൻ ചേട്ടന് ആശ്വാസമായി. ചെറിയാൻ ചേട്ടൻ പിന്നെ പോലീസിനെ കണ്ടാൽ പേടിക്കുവോ? ഇല്ല. ചെറിയാൻ ചേട്ടൻ അവിടുന്ന് വിളിച്ചിട്ട് ജോണിച്ചേട്ടനോട് പറഞ്ഞു, ജോണിച്ചേട്ടൻ ഇങ്ങ് പോരെ. ജോണിച്ചേട്ടൻ പറഞ്ഞു, വേല മനസ്സിലിരിക്കട്ടെ, പിടിക്കപ്പെട്ട് കാണും, എന്നെയും കൂടെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ പീഡാസഹന, കുരിശുമരണ, ഉദ്ധാന, സ്വർഗാരോഹണത്തിലൂടെ സർവ മനുഷ്യവംശവും സ്വതന്ത്രരാക്കപ്പെട്ടു കഴിഞ്ഞു സാത്താന്റെ അടിമത്തത്തിൽ നിന്ന്. ഈ വലിയ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ്, ഈ വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈശോയുടെ കുരിശ് രക്ഷയുടെ അടയാളമായി മാറുന്നത്. ആ വിശുദ്ധ കുരിശ്, നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്ത വിശുദ്ധ കുരിശ് നമ്മുടെ ഭവനത്തിന്റെ മധ്യത്തിൽ നാട്ടണം, നമ്മുടെ കുടുംബത്തിൽ നാട്ടണം, നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നാട്ടണം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ നാട്ടണം. അതാണ് ആ വിശുദ്ധ കുരിശ് കേന്ദ്രീകൃതമായ ഒരു ജീവിതമാകണം ക്രൈസ്തവ കുടുംബത്തിന്റെ ജീവിതം. കാരണം ആ കുരിശിനാലെ അവൻ നമുക്ക് പരിഹാരം ചെയ്ത് നമ്മെ വീണ്ടെടുത്തു കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് അവനെ രക്ഷകൻ എന്ന് വിളിക്കുന്നത്. അവൻ രക്ഷകനായി മാറുന്നത് നമുക്കെല്ലാം പകരക്കാരനായി അവൻ മരിച്ച് അതുവഴി അവൻ നമ്മെ വിമോചിപ്പിച്ചു എന്നുള്ളതാണ് വലിയ സത്യം. അതുകൊണ്ടാണ് യേശുക്രിസ്തു ക്രൈസ്തവരുടെ കുത്തകയൊന്നുമല്ല, സർവ്വ മനുഷ്യകുലത്തിൻ്റെയും രക്ഷകനാണ്. അതുകൊണ്ടാണ് ഈശോ വരുമ്പോൾ മാലഹ പറയുന്നത്, സർവ്വ മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്ന്. പലപ്പോഴും നമ്മുടെ ഒരു പൊതു സ്വത്തായി നമ്മൾ കാണുകയും അതിനെ പിടിച്ചു വെക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ കുടുംബത്തിൽ ക്രിസ്തുവിന്റെ കുരിശ് നാട്ടപ്പെടണം, ആ ക്രിസ്തു കേന്ദ്രീകൃതമാവണം. ആ ക്രിസ്തുവിന്റെ കുരിശിനാലെ നമ്മെ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച ആ കുരിശ് രക്ഷയുടെ അടയാളമായി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ കുടുംബത്തിൽ ഭയമില്ലാതെ, ആകുലതയില്ലാതെ, ആശങ്കകളില്ലാതെ, അസ്വസ്ഥതകളില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ടാവുക. ആ യേശുക്രിസ്തുവിലൂടെ കൈവന്ന രക്ഷയെ നമ്മൾ ആഴത്തിൽ ഇപ്രകാരം തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമത്തൊരു, ഇപ്പൊ യേശുക്രിസ്തു മരിച്ചത് നമ്മുടെ മുഴുവൻ കടവും വീട്ടി നമ്മെ വീണ്ടെടുത്തു എന്നുള്ളതാണ്. ഈശോ എന്തിനാ ഉയർത്തെഴുന്നേറ്റെ? പലരെയും ഒരു ചോദ്യമാണല്ലോ. യേശുക്രിസ്തു മരിച്ചതിലൂടെ എല്ലാ മനുഷ്യരും രക്ഷപ്പെട്ടു. എന്തിനാണ് ഉദ്ധാനം ചെയ്തത്? അരുളി ചെയ്തതുപോലെ മൂന്നാം ദിനം എന്തിനു ഉയർത്തെഴുന്നേറ്റു? ആ ഉയർത്തെഴുന്നേറ്റത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അപ്പസ്തലൻ പറയുന്നത്, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ സ്വരകട കേൾക്കാനാ, നമ്മുടെ വിശ്വാസം വൃഥാവിലാകുമായിരുന്നു, നമ്മൾ വിശ്വസിക്കുന്നത് വെറുതെ ആകുമായിരുന്നു. എന്തിനാ ഉയർത്തെഴുന്നേറ്റെ? ഒരു ചെറിയ കള്ളക്കഥ നേരത്തെ പറഞ്ഞ പോലെ പറയാം, അല്ലെ? നേരത്തെ പറഞ്ഞ പോലെ ഒരു കഥ പറയാം. ഞാൻ ജോണിച്ചേട്ടനെയും മിനി ജെറോം ചേച്ചിയെയും കാണുന്നുണ്ട്. ചെറിയ ചേട്ടനെ നമ്മൾ നേരത്തെ ഒന്ന് പിടിച്ചതല്ലേ, അതുകൊണ്ട് ചെറിയ ചേട്ടനെ വീട്ടിൽ ജോണി ചേട്ടനെയും മിനി ചേച്ചിയെയും വിളിക്കുകയാണ്. ഞങ്ങൾ 3 പേര് വളരെ കൂട്ടുകാരാണ്, മിനി ചേച്ചിയും ഞാനും ജോണി ചേട്ടനും ഒക്കെ. എനിക്ക് പെട്ടെന്ന് ഒരു 10 ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കേണ്ട ഒരു അത്യാവശ്യം വന്നപ്പോൾ ഞാൻ മിനി ചേച്ചിയോട് പറഞ്ഞു, മിനി ചേച്ചി ഒരു 10 ലക്ഷം രൂപ കിട്ടിയായിരുന്നെങ്കിൽ, 6 മാസം കഴിഞ്ഞ് കിട്ടിയാൽ, 6 മാസം കഴിഞ്ഞ് അടിച്ചാൽ മതി, അപ്പോൾ 6 മാസം കഴിഞ്ഞ് ഒരു 10 ലക്ഷം രൂപ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആ ലോൺ അടയ്ക്കാമായിരുന്നു. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്വർണ്ണം എന്തെങ്കിലുമൊക്കെ പണയം വെച്ച് 6 മാസത്തിനുള്ളിൽ തിരിച്ചു തന്നോളാം. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ ക്യാഷ് ഉണ്ടാകുമോ എന്ന് മിനി ചേച്ചിയോട് ചോദിച്ചു. അപ്പോൾ മിനി ചേച്ചി പറഞ്ഞു, 6 മാസം വേണ്ട, ഇപ്പം എൻ്റെ കയ്യിലുണ്ട്, അത് കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എടുത്ത് തീരും. അതുകൊണ്ട് മിനി ചേച്ചി എനിക്ക് 10 ലക്ഷം രൂപ തന്നു. അങ്ങനെ ഞാൻ ആർക്ക് കടക്കാരനായി? ആരെങ്കിലും ഒക്കെ മൈക്ക് ഓണാക്കി വീഡിയോ ഓണാക്കി പറയൂ. മിനിച്ചേച്ചിക്ക് കടക്കാരനായി. ഞാൻ മിനി ചേച്ചിക്ക് 10 ലക്ഷം രൂപ കടക്കാരനായി. അങ്ങനെ ഞാൻ 10 ലക്ഷം രൂപ മേടിച്ച് വീട്ടിൽ ചെന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ജോണിച്ചേട്ടൻ എന്നെ വിളിച്ചു, ഷിബു, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാഴ്ചത്തേക്ക് ഒരു 10 ലക്ഷം രൂപ എവിടെന്നെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ, ആരുടെങ്കിലും മേടിച്ചു തരാമോ? അപ്പം ഞാൻ പറഞ്ഞു, ജോണിച്ചേട്ടൻ എൻ്റെ അടുത്ത് 10 ലക്ഷം ഉണ്ട്, എനിക്ക് 6 മാസം കഴിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പം ജോണിച്ചേട്ടൻ പറഞ്ഞു, ഞാൻ 1 മാസത്തിനുള്ളിൽ തിരിച്ചു തന്നേക്കാം. അങ്ങനെ 10 ലക്ഷം രൂപ ഞാൻ ജോണിച്ചേട്ടന് കൊടുത്തു. അങ്ങനെ ജോണിച്ചേട്ടൻ ആർക്ക് കടക്കാരനായി? എനിക്ക് കടക്കാരനായി. ഞാൻ മിനി ചേച്ചിക്ക് കടക്കാരനായി.
അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് ജോണി ചേട്ടൻ ആ 10 ലക്ഷം രൂപയായിട്ട് എനിക്ക് തരാൻ വേണ്ടി വരുന്ന വഴിക്ക് മിനിച്ചേച്ചിയെ കണ്ടു. അപ്പൊ മിനിച്ചേച്ചി പറഞ്ഞു, ഷിബുവിന് ഞാനൊരു 10 ലക്ഷം രൂപ കൊടുത്തായിരുന്നു, 6 മാസം കഴിഞ്ഞ് മതി എന്നാ പറഞ്ഞേ, ഇപ്പൊ എനിക്കൊരു അത്യാവശ്യം 2 ആഴ്ചത്തേക്ക് ഒന്ന് വേണം, അതുകൊണ്ട് അത് മേടിക്കാൻ പോവുക. അപ്പൊ ജോണി ചേട്ടൻ പറഞ്ഞു, ഷിബു എനിക്ക് തന്നു, മിനിച്ചേച്ചി തന്ന കാര്യം എന്നോട് പറയുകയും ചെയ്തു, അത് ഞാൻ തിരിച്ചു കൊടുക്കാനാ പോകുന്നത്, എന്നാ മിനിച്ചേച്ചി ഇത് പിടിച്ചു, ഞാൻ ഷിബുവിനോട് വിളിച്ചു പറഞ്ഞേക്കാം. അങ്ങനെ മിനിച്ചേച്ചി എന്ത് ചെയ്തു, ഈ 10 ലക്ഷം രൂപ മേടിച്ചു, ജോണി ചേട്ടൻ പോവുകയും ചെയ്തു. ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നോട് പറയാന്ന് പറഞ്ഞു, ജോണി ചേട്ടൻ പോവുകയും ചെയ്തു. തിരിച്ചു പോകുന്ന വഴിക്ക് ജോണി ചേട്ടൻ ഒരു ആക്സിഡന്റില് കോമ സ്റ്റേജിലായി. ഇപ്പം ജോണി ചേട്ടൻ വീണ് മുട്ടൊന്നും ഇല്ലാതെ ഇരിക്കുകയാണ്. അപ്പൊ കോമ സ്റ്റേജിലായി. ഇത് അറിഞ്ഞപ്പോഴേ എനിക്ക് വിഷമമായി. കാരണം എന്നാ, എന്റെ 10 ലക്ഷം എന്റെ 10 ലക്ഷം പോയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഉടനെ മിനിച്ചേച്ചി വിളിച്ചു പറഞ്ഞു, മിനിച്ചേച്ചി ജോണി ചേട്ടൻ ഇങ്ങനെ ആക്സിഡന്റ് ആയി കോമ സ്റ്റേജിലാണ് കിടക്കണേ. അപ്പൊ മിനിച്ചേച്ചി ഞാനും കൂടെ വന്നു, പോയി കണ്ടു, എല്ലാം കണ്ടു. മിനിച്ചേച്ചി ക്യാഷ് കിട്ടിയ കാര്യം പറഞ്ഞില്ല, എന്നോട് മിണ്ടിയിട്ടേ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മിനിച്ചേച്ചി 6 മാസം കഴിയുമ്പോൾ തരാം. അപ്പൊ മിനിച്ചേച്ചി പറഞ്ഞു, 1 വർഷം കഴിഞ്ഞ് കിട്ടിയാലും മതി ഷിബു, കുഴപ്പമില്ല, തിരക്കില്ല. പക്ഷെ ഞാൻ എപ്പോഴും ആർക്ക് കടക്കാരനാണ്? മിനിച്ചേച്ചി കടക്കാരനാ. അങ്ങനെ ഇരുന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ ജോണി ചേട്ടൻ പെട്ടെന്ന് കോമയിൽ നിന്ന് റിക്കവറായി. നമ്മുടെ ചെറിയാൻ ചേട്ടൻ റിക്കവർ ആയതുപോലെ പെട്ടെന്ന് റിക്കവറായി. റിക്കവറായെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ പോയി കണ്ടു. അപ്പം ജോണി ചേട്ടൻ എല്ലാ കാര്യം എന്നോട് പറഞ്ഞു. ഈ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞെന്ന് മിനിച്ചേച്ചി അറിഞ്ഞു. പിന്നെ ഞാനും ജോണി ചേട്ടനെ വിളിച്ചാൽ മിനിച്ചേച്ചി ഫോൺ എടുക്കൂല. കാരണം എന്നാ, സത്യം പറഞ്ഞു, സത്യം സ്വതന്ത്രരാക്കി. സത്യം. ഈശോയുടെ ഉദ്ധാനം ഇതാണ്. അവൻ ഉയർത്തെഴുന്നേറ്റത് വഴി എല്ലാ കടവും വീട്ടി, ഇനി നിങ്ങൾ സാത്താന്റെ അടിമയല്ല, അവന് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല, സമ്പൂർണമായി നിങ്ങളെ വിമോചിപ്പിച്ചു എന്ന് അവിടുത്തെ ഉദ്ധാനത്തിലൂടെ അവിടുന്ന് സ്ഥിരീകരിച്ചു. അവൻ ഉറപ്പ് നൽകി. അവനാണ് അപ്പസ്തലൻ പറയുന്നത്, അവൻ ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസം നിഷ്ഫലമായി പോകുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ജീവിക്കണം. അത് ദിവ്യകാരുണ്യമാണ്. ദിവ്യകാരുണ്യമാണ്. അനുദിനം ദേവാലയത്തിൽ നമ്മൾ കുടുംബം ഒരുമിച്ച് പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത്, ദിവ്യകാരുണ്യം സ്വീകരിച്ച് ആരാധനയിൽ പങ്കെടുത്ത് നമ്മുടെ കുടുംബത്തിൽ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതമാണ്. അവൻ ഉയർത്തെഴുന്നേറ്റ്, അവൻ എല്ലാറ്റിൻ്റെയും കർത്താവായി, എല്ലാത്തിൻ്റെയും അധികാരിയായി, എല്ലാത്തിൻ്റെയും ഭരണകർത്താവായി. അവൻ മരണത്തിലൂടെ അവിടുന്ന് രക്ഷിക്കുകയും തൻ്റെ ഉദ്ധാനത്തിലൂടെ അതുകൊണ്ടാണ് അവൻ നീതീകരിച്ചു. നീതീകരിച്ചെന്ന് പറഞ്ഞാൽ എന്താ? കടവില്ല ഇനി, നമ്മൾ കടക്കാരനല്ല, നമ്മുടെ എല്ലാ കടവും വീട്ടി. പിന്നെ എന്തിനാണ് സ്വർഗാരോഹണം ചെയ്തേ? മൂന്നാമത്തെ ഈശോ ചെയ്ത 4 കാര്യങ്ങൾ: അവിടുത്തെ ജനനം, മരണം, ഉയർപ്പ്, സ്വർഗാരോഹണം. ഇത് മുഴുവനെ വിളിക്കുന്നത് പെസഹ രഹസ്യം എന്നാണ്. എന്തിനാണ് സ്വർഗാരോഹണം ചെയ്തത്? വീണ്ടും കടക്കാരനാകാതിരിക്കാനുള്ള സർവ്വ സമ്പത്ത് നൽകാൻ പിതാവിന്റെ വലതുഭാഗത്തേക്ക് അവൻ ഉപേക്ഷരായി പരിശുദ്ധാത്മാവിനെ നൽകി. അതുകൊണ്ടാണ് അവനെ മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു എന്ന് നമ്മെ വിളിക്കുന്നത്. അപ്പൊ അവിടുത്തെ ജനനവും അവിടുത്തെ പീഡാസഹന കുരിശുമരണവും അവിടുത്തെ ഉദ്ധാനവും സ്വർഗാരോഹണവുമാകുന്ന ആ രക്ഷാകര പ്രവൃത്തി, ഇത് വളരെ ആഴത്തിലുള്ളതാണ് കേട്ടോ. ഈ യേശുക്രിസ്തു നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്ത ഈ യേശുക്രിസ്തു നമ്മുടെ കുടുംബത്തിൽ രക്ഷകനായി, കർത്താവായി, മിശിഹയായി, ആത്മാവിൽ നിരന്തരം നയിക്കപ്പെടുന്ന, ആത്മാവിനോട് ചേർന്ന് ജീവിക്കുന്ന വ്യക്തികളായി നമ്മുടെ കുടുംബം ജീവിക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ അനുഭവം. നമ്മൾ പലപ്പോഴും ക്രിസ്തുവിനെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ കാര്യനേട്ടത്തിന് വേണ്ടി മാത്രം കാണുന്ന ഒരു പ്രവണത വർദ്ധമാനമാകുന്നുണ്ട്. അതല്ല യേശുക്രിസ്തു. നമ്മെ അവന്റെ അടിമത്തത്തിൽ നിന്ന് എന്നേക്കുമായി മോചിപ്പിച്ചു. നമ്മൾ കടക്കാരനല്ല, സ്വാതന്ത്ര്യത്തോടെ പരിശുദ്ധാത്മാവിന്റെ സർവ്വസമ്പന്നതയോടും സ്വാതന്ത്ര്യത്തോടും കൂടി ജീവിക്കാനുള്ള കൃപാവരം അവിടെ നമുക്ക് തന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അല്ലെ, ഉയർത്തെഴുന്നേൽക്കുകയും ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിക്കുകയും പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിക്കുകയും സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്ഷ, പ്രിയപ്പെട്ടവർ, ഈ ഒരാഴ്ച കുറെ കൂടി ഈ ഒരു പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ അത് നാട്ടപ്പെടാൻ, കുടുംബത്തിൽ ആ വിശുദ്ധ കുരിശും ഉദ്ധിതനായ കർത്താവ് ദിവ്യകാരുണ്യവും ആ പരിശുദ്ധാത്മാവിനുള്ള ജീവിതവും ഒക്കെ നമ്മുടെ കുടുംബത്തിൽ ജീവിക്കാൻ. അതുകൊണ്ടാണ് കുടുംബത്തിൽ സത്യം മാത്രം പറയുമ്പോൾ, കള്ളത്തനം പറയാതിരിക്കുമ്പോൾ, എല്ലാവരെയും സ്നേഹിക്കുമ്പോൾ, എല്ലാവരെയും അനുസരിക്കുമ്പോൾ, വിധേയപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിൽ നാം പുതിയ സൃഷ്ടിയായി ജീവിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇത്രയും പേരുടെ കുടുംബം ആയാൽ ആ കുടുംബം ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് വലിയ പ്രകാശത്തിന്റെ അടയാളമായി മാറും. അതൊരു നക്ഷത്രമായി മാറും. അത് വളരെ സാവധാനം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ 91 ഞാൻ ധ്യാനം കൂടി. അതിനുശേഷം ജീവിതത്തിൽ ഈ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ കുടുംബത്തിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകും.
ഞാൻ തുടക്കത്തിൽ പോയത് 7 കിലോമീറ്റർ ദൂരം നടന്നാണ് എല്ലാ ദിവസവും. 14 കിലോമീറ്റർ. ഇന്ന് തൊട്ടടുത്തുണ്ട്. ഇപ്പം എവിടെ പോയാലും എങ്ങനെ പോയി, ഞാൻ വിചാരിക്കുന്നുണ്ട് ഗൾഫിലൊക്കെ പോയപ്പോൾ ഞാൻ വെളുപ്പിന് 3:30 എഴുന്നേറ്റ് 3:30 പോയാൽ 7 മണി 6:30 ആകുമ്പോൾ പള്ളി ചെല്ലും, കുർബാനയ്ക്ക് വരും, തിരിച്ചു വരും. ആയിട്ട് അവിടെ വൈകിട്ട് വരെ പ്രയറാ. അത് കഴിഞ്ഞ് ഒരു 9-9:30 ആകുമ്പോഴേക്കും കുറച്ച് പേര് വരും. അവരോടൊക്കെ ഈ അടിസ്ഥാന സുവിശേഷ സന്ദേശം പറഞ്ഞ് 12 മണിയാകും കിടക്കുമ്പോൾ. അതിനുശേഷം വീണ്ടും അങ്ങനെ 3 മാസക്കാലം ഞാൻ ഗൾഫില് എല്ലാ പള്ളിയിലും കുർബാനയ്ക്ക് പോയത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അത് എന്നെ സഹായിച്ചത് ക്രിസ്തുവിൻ്റെ രക്ഷയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതമാണ്. അത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ, നമ്മുടെ കുടുംബത്തെ മുഴുവൻ ചേർത്ത് പിടിക്കുന്ന കർത്താവിൻ്റെ മഹനീയമായ സാന്നിധ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ ആ വിശുദ്ധ കുരിശ്, കാൽവരിയിലെ വിശുദ്ധ കുരിശ് നാട്ടുകയും ഉയർത്തെഴുന്നേറ്റ ഉദ്ധിതനായ കർത്താവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ കേന്ദ്രമായി നമ്മുടെ കുടുംബത്തെ മാറ്റുകയും പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ക്രിസ്തു ശിഷ്യരായി നാം മാറുകയും ചെയ്യാൻ ഈ ഒരാഴ്ചക്കാലം നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണ് നമ്മുടെ സബ് ഗ്രൂപ്പുകളൊക്കെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ഇന്നാണ് എനിക്ക് ഒട്ടും പറ്റാതെ, ഇന്ന് രാവിലെ മുതൽ എനിക്ക് ഏക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അപ്പം വീട്ടിലെ ബാക്കി അവളും എല്ലാവരും പറഞ്ഞു, അങ്ങനെയാണ് വേറെ ആരെങ്കിലും ഏൽപ്പിക്കുക. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഒട്ടും പറ്റാണ്ടിരിക്കുമ്പോഴും ക്രിസ്തുവിനെ പങ്കുവെക്കുക എന്നുള്ളത് അപ്പസ്തോലന്മാരുടെ ജീവിതത്തിന്റെ കേന്ദ്രമായിരുന്നെങ്കിൽ ഒട്ടും എനിക്ക് നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്ത സ്ഥിതി. എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അവിടെയും ക്രിസ്തുവിന് വേണ്ടി നാം പങ്കുവെക്കുന്നത് ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ്, ക്രിസ്തു എനിക്ക് വേണ്ടി ഉയർത്തത് കൊണ്ടാണ്, ക്രിസ്തു എനിക്ക് വേണ്ടി ജീവിച്ചത് കൊണ്ട്. ചെറിയചേട്ടൻ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഞാൻ ചെറിയചേട്ടൻ്റെ പള്ളിയിൽ 3 ദിവസം ചെറിയചേട്ടൻ്റെ വീട്ടിലുണ്ടായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോയി അരമണിക്കൂർ മുട്ടുമേ നിന്ന് കൈവിരിച്ച് പ്രാർത്ഥിക്കുന്ന, അത് ക്രിസ്തുവിനോടുള്ള ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടുള്ള ബന്ധമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയണത്, വളരെ കുറെ കൂടി ബോധപൂർവം ഇത് ആർജിച്ചെടുക്കാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ഈ ഒരു പുതുവർഷത്തിൽ ഈ കർത്താവായ യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിനെ സമർപ്പിക്കാം. ഈ പുതുവർഷത്തിൽ നമ്മുടെ കുടുംബം അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ളത്, ചുറ്റുപാടുകളെക്കുറിച്ചുള്ളത്, എല്ലാ ആശങ്കകളും എല്ലാ രോഗങ്ങളും എല്ലാം ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പക്കൽ പരമേൽപ്പിച്ച്, ഈശോയെ നീ എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി മാറണമേ, അങ്ങനെ ഉദ്ധിതനായി നിന്നോടൊപ്പം ജീവിക്കാൻ സാധ്യമാകുമെങ്കിൽ ഈ ഒരു വർഷം മുഴുവൻ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ, ദീപകാരുണ്യ സന്നിധിയിൽ ചെലവഴിക്കാൻ, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ, ക്രൂശിതനായൊരു കുരിശ്, എൻ്റെ പിള്ളേർക്കെല്ലാം ഒരു കുരിശുരൂപമുണ്ട്, അവരൊക്കെ ഉണ്ടായപ്പോൾ ഒരു കുരിശുരൂപം മേടിച്ചത്, അതൊക്കെ അവർ സ്വന്തമാക്കി. ആ കുരിശുരൂപം പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ, ആ കുരിശ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റാൻ, അതൊക്കെ അടയാളമാണ്. അപ്പോൾ ആ ഒരു വിധത്തിൽ ജീവിക്കാനായിട്ട് കർത്താവ് നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമാംവിധം പ്രാർത്ഥിക്കുന്നു. പുതുവർഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും വളരെ സ്നേഹപൂർവ്വം നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകമാംവിധം നേരുകയും ചെയ്യുന്നു. ആമേൻ.